Hello students, അപ്പോൾ നമ്മുടെ പുതിയ സബ്ജക്റ്റ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ സബ്ജക്റ്റ് ആണ് ആൻഡ് ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് മെറ്റീരിയൽ സിസ്റ്റംസ്. ആൻഡ് ഇൻ തെർമോഡൈനാമിക്സ് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ സർട്ടൻ ബേസിക് ലോസ്, സീറോത്ത് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അങ്ങനെ. അപ്പം നമുക്കിതിൽ ഓരോ ലോസും ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അനലൈസ് ചെയ്ത് പോവാം. തെർമോഡൈനാമിക്സ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ടേമാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ പ്രിസ്ക്രൈബ്ഡ് സ്പേസ് ഓർ എ മാറ്റർ. ഇപ്പോൾ ഈ പെൻ ഇതിനെ നമുക്കൊരു സിസ്റ്റമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഇതുപോലൊരു ആർബിട്രറി ആയിട്ട് സ്പേസിൽ ഒരു റീജിയൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പ്രിസ്ക്രൈബ്ഡ് സ്പേസിനെയും നമുക്കൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് തെർമോഡൈനാമിക്സ് നമുക്ക് 3 സിസ്റ്റംസ് ഉണ്ട്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ഈ ഫസ്റ്റ് നമുക്ക് ഓപ്പൺ സിസ്റ്റം എന്തെന്ന് നോക്കാം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെസൽ നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യാൻ എടുക്കുക, ആൻഡ് ആ വെള്ളത്തിന് ഇറ്റ് ക്യാൻ ഗോ വേപ്പറൈസ് ചെയ്ത് മേളിലോട്ട് പോകാനും പറ്റും. നമ്മൾ ആ പാത്രത്തിൻ്റെ പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ ഹീറ്റ് അതിന് വെളിയിലോട്ടും വരാൻ പറ്റും. സോ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, മാസ് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ക്ലോസ് സിസ്റ്റം മീൻസ് നമ്മൾ ഇതേ എക്സാമ്പിളിൽ ഒരു ലിഡ് വെച്ച് അതിനെ കവർ ചെയ്യുക, സോ ദാറ്റ് വാട്ടർ പാർട്ടിക്കിൾസിന് മേളിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മാസ് വെളിയിലോട്ട് ട്രാൻസ്ഫർ ആവുന്നില്ല, ബട്ട് നമ്മൾ ആ വെസലിൻ്റെ പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ ഹീറ്റിന് വെളിയിലോട്ട് വരാം. സോ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ദെയർ ആൻഡ് നോ മാസ് ട്രാൻസ്ഫർ. അങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. നമ്മുടെ ഒരു തെർമോ ഫ്ലാസ്ക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ചൂട് വെള്ളമോ എന്തെങ്കിലും ആ ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റും വെളിയിൽ പോകുന്നില്ല, മാസം വെളിയിലോട്ട് പോകുന്നില്ല. സോ സച്ച് എ സിസ്റ്റം ക്യാൻ ബി കോൾഡ് ആസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. സോ അറിഞ്ഞിരിക്കാം 3 സിസ്റ്റം എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് സ്പേസ് ഓർ മാറ്റർ. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. നെക്സ്റ്റ് വിൽ സ്റ്റഡി അബൌട്ട് സറൗണ്ടിങ്സ്. എനിത്തിങ് ഔട്ട്സൈഡ് ദി സിസ്റ്റം, അതിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എ ബൗണ്ടറി, എ ലെയർ വിച്ച് സെപ്പറേറ്റ്സ് ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ആ ഒരു ലൈനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിൽ സീ അബൌട്ട് ദ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. മെയിൻലി 2 പ്രോപ്പർട്ടീസാണ് നമുക്കുള്ളത്: ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദോസ് പ്രോപ്പർട്ടീസ് ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ്. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. ഇതൊന്നും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കൺസിഡർ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് എടുത്തു, ഇത് നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു പീസിൻ്റെ ടെമ്പറേച്ചർ നോക്കുന്നതും ആസ് എ ഹോൾ ടെമ്പറേച്ചർ നോക്കിയാലും സെയിം ആയിരിക്കും. സോ ടെമ്പറേച്ചർ, പ്രഷർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ്. എക്സാമ്പിൾ ഒരു വാട്ടർ പാർട്ടിക്കിൾ, അതിൻ്റെ ഡെൻസിറ്റി നമുക്ക് നോക്കാം. ഡെൻസിറ്റി ഇപ്പം അതിൽ ഒരു സിംഗിൾ മോളിക്യൂൾ എടുത്താലും ആ എൻറ്റയർ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ എടുത്താലും ഡെൻസിറ്റി റിമൈൻസ് ചെയ്യും. സോ അങ്ങനെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെല്ലാം ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നും, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിന് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. എക്സാമ്പിൾ മാസ്, വോളിയം. മാസ് ഇറ്റ് സെൽഫ്, മാസ്, വെയിറ്റ് എന്ന് പറയുന്നതൊക്കെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വോളിയം, ടോട്ടൽ വോളിയം ഓക്യുപ്പൈഡ് എന്ന് പറയുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള പാരാമീറ്റേഴ്സിന് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നും പറയും. നെക്സ്റ്റ് വിൽ ഗോ ഫോർ എ സൈക്കിൾ. എ സൈക്കിൾ എന്ന് പറയുന്നത് ഇഫ് നമ്മളൊരു പ്രോസസ്സ് ഒരു കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു കുറേ വർക്ക് അതിനകത്ത് കുറേ ചേഞ്ചസ് നടന്ന് എഗെയിൻ അത് ഇറ്റ് റിട്ടേൺസ് ടു ദി സെയിം പോയിൻറ്റ്, അതിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇനിഷ്യൽ കണ്ടീഷൻ ആൻഡ് ഫൈനൽ കണ്ടീഷൻ സെയിം ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സൈക്കിൾ. നെക്സ്റ്റ് ആഫ്റ്റർ സൈക്കിൾ നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് എ പ്രോസസ്സ് എന്നാണ്. പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ പോയിൻറ്റും ഒരു ഫൈനൽ പോയിൻറ്റും, ഇതിനിടയ്ക്ക് കണ്ടീഷൻസ് നമുക്ക് സെയിം ആവണമെന്നില്ല അലോങ് ദിസ് പ്രോസസ്സ്. അപ്പം ഇനിഷ്യൽ പോയിൻ്റ് നമുക്ക് തുടങ്ങുന്നത് തീരുന്നത് വേറൊരു പോയിൻറ്റിലാണ്, ഫൈനൽ പോയിൻ്റ്. ഈ 2 പോയിൻറ്റിൻ്റെയും പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആയിരിക്കാം. 1 നിന്ന് 2 പോയ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് 1 and 2 പോയിൻറ്റ്സിൻ്റെ കണ്ടീഷൻസ് സെയിം ആയിക്കഴിഞ്ഞാൽ അത് സൈക്കിളാവും. ഇല്ലാത്തവരിന് നമ്മൾ ഒരു സിംഗിൾ പ്രോസസ്സ് എന്ന് പറയുന്നു. ആൻഡ് അതിൽ റിവേഴ്സിബിൾ പ്രോസസ്സും ഉണ്ട്, ഇറിവേഴ്സിബിൾ പ്രോസസ്സും ഉണ്ട്. റിവേഴ്സിബിൾ പ്രോസസ്സ് ഈസ് വൺ ഇൻ വിച്ച് ഇടയിൽ ഇൻ ബിറ്റ്വീനായിട്ട് പോകുന്ന എല്ലാ കണ്ടീഷൻസും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓരോരോ സിംഗിൾ പോയിൻറ്റ്സ് വരെ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ it is called a reversible process. And irreversible process means നമ്മൾ പെട്ടെന്നൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ടു എ ഫൈനൽ പോയിന്റ്. അപ്പം ഇതിനിടയിൽ ഏത് പാത്തിൽ കൂടെയാണ് അത് പോയി എന്ന് നമുക്ക് അറിയില്ല.
അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു റൂമിൻ്റെ 2 കോർണർ എടുക്കുക. ഈ 2 കോർണേഴ്സിലോട്ട് നമുക്ക് ക്രോസ് ആയിട്ട് പോവാം, ഇല്ലെങ്കിൽ എൽ ഷേപ്പിൽ പോവാം, ഇല്ലെങ്കിൽ തിരിച്ച് അപ്പുറത്തെ സൈഡിൽ കൂടെയും വരാം. അപ്പം ഇങ്ങനെ പല പാത്തിൽ കൂടെ നമുക്ക് ആ പോയിന്റിലോട്ട് എത്താൻ പറ്റും. ഇപ്പം ഇതേ പോകുന്ന ഒരാൾ 10 കൊല്ലം കൊണ്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എത്തുന്നു. സോ ദാറ്റ് നമുക്ക് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്കൊരു ഗ്രാഫിൽ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ലൈനായിട്ട് വരച്ച് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇഫ് നമ്മൾ ഒന്ന് മാറിയിട്ട് തിരിച്ച് വരുമ്പോൾ ഇനിഷ്യൽ പോയിന്റ് നിൽക്കുന്നു, ദെൻ അയാൾ ഫൈനൽ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഏത് പാത്തിൽ കൂടെയാണ് പോയി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നു. ആൻഡ് ഇതിന് പറയുമ്പോഴാണ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ എ പ്രോസസ് കോൾഡ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അപ്പം എന്താണ് ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്? എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ദാറ്റ് നമുക്ക് അതിലെ ഓരോ സ്മോൾ ചേഞ്ചസ് വരെ നമുക്ക് ക്ലിയർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെരി സ്ലോ മൂവിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇതുപോലൊരു സിലിണ്ടർ എടുക്കാം, ആൻഡ് അതിനകത്തൊരു പിസ്റ്റൺ എടുക്കാം. അപ്പം ഇതിനകത്തൊരു P1 V1 എന്ന് പറയുന്ന കണ്ടീഷൻസിൽ ഒരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇൻഫിനിറ്റിസിമലി വെരി സ്മോൾ മാസസ് ഇതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ ഗ്രാജ്വലി പതുക്കെ താഴോട്ട് വരുന്നു. സോ ദാറ്റ് നമുക്ക് ഓരോ കണ്ടീഷൻസ് മാർക്ക് ചെയ്യാൻ പറ്റി നമുക്കിതിൻ്റെ കംപ്ലീറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 1ൽ നിന്ന് 2ലോട്ടുള്ള എൻറ്റയർ പോയിൻറ്റ്സ് നമുക്ക് ഓരോ സിംഗിൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ it is called a reversible process, and this process which occurs very slowly is called as a quasi-static process. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്മോൾ വെയ്റ്റ്സ് ഇടുന്ന കാരണം നമുക്ക് ഓരോ അതിൻ്റെ സ്മോൾ ചേഞ്ച് വരെ നമുക്കൊരു PV ഡയഗ്രാം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം നമ്മൾ സഡൻലി ഒരു ഹ്യൂജ് വെയിറ്റ് ആദ്യമേ എടുത്തിട്ട് കഴിഞ്ഞാൽ 1നും 2നും ഇടയ്ക്ക് നമുക്ക് ഒറ്റ സിംഗിൾ പോയിൻ്റേ കിട്ടുള്ളൂ. സോ ദാറ്റ് നമുക്കിതിൻ്റെ ഇടയ്ക്കുള്ള പാത്ത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റില്ല. സോ അങ്ങനെ പാത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ സ്മോൾ വെയ്റ്റ്സ് ഇട്ട് ഉണ്ടാക്കിയ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്, അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിംഗിൾ പ്രോസസ്സ്. ബിക്കോസ് നമ്മൾ യൂണിവേഴ്സിറ്റി കാണുന്ന ഒരു പ്രോസസ്സും തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ അല്ല. ഇപ്പോൾ നമ്മൾ ഐസും തിരിച്ച് മെൽറ്റായി വാട്ടറായി, അതേ വാട്ടറിന് നമ്മൾ ഐസ് ആക്കുന്നു. കെമിക്കലി വി ക്യാൻ റിവേഴ്സ് ഇറ്റ്, ബട്ട് തെർമോഡൈനാമിക്കലി അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെർമോഡൈനാമിക്കലി അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സ് ആവണമെങ്കിൽ ബോത്ത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് മസ്റ്റ് ഗോ ടു ദി ഇനീഷ്യൽ കണ്ടീഷൻ. അതായത് നമ്മളൊരു ഐസ് എടുത്ത് വെളിയിൽ വെച്ച് അത് മെൽറ്റായി വാട്ടർ ആവുകയാണെങ്കിൽ അവിടെ ഉണ്ടായ സറൗണ്ടിങ് ടെമ്പറേച്ചർ തിരിച്ച് വീണ്ടും ഇത് ഐസ് ആവുമ്പോൾ ഇൻക്രീസ് ആവണം. ബട്ട് അങ്ങനെ നടക്കാത്തത് കൊണ്ട് നമ്മൾ ഇൻഫാക്ട് കാണുന്ന ഈ യൂണിവേഴ്സിലുള്ള ഒരു പ്രോസസ്സും തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ അല്ല. കെമിക്കലി ഇറ്റ് ക്യാൻ ബി റിവേഴ്സിബിൾ, ബട്ട് തെർമോഡൈനാമിക്കലി വി ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് എ പ്യുവർലി റിവേഴ്സിബിൾ പ്രോസസ് യെറ്റ് നൗ. ആൻഡ് സോ അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നെക്സ്റ്റ് 2 പാരാമീറ്റേഴ്സാണ് പാത്ത് ഫംഗ്ഷൻ ആൻഡ് പോയിന്റ് ഫംഗ്ഷൻ. അതായത് ഇപ്പോൾ പ്രഷർ, വോളിയം എക്സെട്ര ക്യാൻ ബി കോൾഡ് ആസ് എ പോയിന്റ് ഫങ്ഷൻസ്. അതായത് 1നും 2നും ഇടയ്ക്ക് നമുക്ക് ഏത് പാത്തിൽ കൂടെ വന്നാലും, നമ്മൾ നേരത്തെ ആ റൂമിൽ ഒരാൾ എത്തുന്ന കണ്ടീഷൻ പറഞ്ഞതുപോലെ 1ൽ നിന്ന് 2ലോട്ട് A പാത്തിൽ കൂടെ വരാം, B പാത്തിൽ കൂടെ വരാം, അല്ലെങ്കിൽ ഒരു C പാത്തിൽ കൂടെയും വരാം. ഇങ്ങനെ ഏത് പാത്തിൽ കൂടെ വന്നാലും എത്തുന്ന ഫൈനൽ കണ്ടീഷൻ P2ഉം V2 ആണ്, ഇനീഷ്യൽ കണ്ടീഷൻ V1ഉം P1ഉം ആണ്. സോ ദാറ്റ് ഏത് പാത്തിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്താലും അത് എത്തുന്ന കണ്ടീഷനിലുള്ള ആ പാരാമീറ്റേഴ്സിന് ചേഞ്ച് ഇല്ല. അത് പാത്തിനെ ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ വി കോൾ ദം ആസ് പോയിന്റ് ഫങ്ഷൻസ്. ആൻഡ് ദോസ് ഫങ്ഷൻസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത്. ഇപ്പോൾ എ കൂടെ വരുമ്പോൾ ഉള്ള പാത്തിനാണെങ്കിൽ അതിനൊരു സർട്ടൻ വാല്യൂ ആണ്, ബി കൂടെ വരുമ്പോൾ ഉള്ള ആ പാരാമീറ്ററിന് ഡിഫറെൻറ്റ് വാല്യൂ ആണെങ്കിൽ such properties are path dependent. അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമ്മൾ പാത്ത് ഫങ്ഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ വർക്ക് ഡൺ. നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ, ഓർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P ഇൻറ്റു A ഇൻറ്റു dx, ഓർ ഇതിനെ നമുക്ക് PdV എന്ന് പറയാം.
ഇൻ തെർമോഡൈനാമിക്സ് നമ്മൾ ഓഫൺ വർക്കിന് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് PdV എന്ന് പറയുന്നത്. അതായത് പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം വിൽ ഗീവ് വർക്ക്. സോ PV ഡയഗ്രാത്തിൽ ഏരിയ അണ്ടർ ദ കർവ് റെപ്രസെൻറ്റ്സ് ദി വർക്ക് ഡൺ. സോ ഇപ്പോൾ 1നും 2നും ഇടയ്ക്ക് ഇതാണ് ഗ്രാഫ് എങ്കിൽ ഇപ്പോൾ A പാത്തിൽ കൂടെ പോകുമ്പോൾ ഇത്രയാണ് അതിൻ്റെ ഏരിയ. ഇപ്പം B പാത്തിൽ കൂടെ പോവുകയാണെങ്കിൽ ഇത്രയായിരിക്കും അതിൻ്റെ ഏരിയ. സോ എയിലും ബിയിലും കൂടെ പോകുമ്പോൾ രണ്ടിനും രണ്ട് ഡിഫറെൻറ്റ് വർക്കാണ്. സോ വി ക്യാൻ ക്ലിയർലി സേ വർക്ക് ഈസ് എ പാത്ത് ഫങ്ഷൻ ആൻഡ് സെയിം ആസ് വർക്ക് ഹീറ്റ് ഈസ് ഓൾസോ എ പാത്ത് ഫങ്ഷൻ. സോ പുതിയൊരു ടേം നമ്മൾ തെർമോഡൈനാമിക്സ് കാണുന്നു, ഹീറ്റ്. സോ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടേംസ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ? നമ്മൾ രണ്ടും ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. സോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടേംസ്? അറിയുക, ടെമ്പറേച്ചർ ഈസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി, whereas heat is the energy which transfers due to this difference in temperature. അപ്പം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബോഡിയുടെ ഹോട്ട്നെസ്സോ കോൾഡ്നെസ്സോ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിഗ്രിയാണ്. വേറാസ് ഹീറ്റ് എന്ന് പറയുന്നത് രണ്ട് ബോഡി തമ്മിൽ കോണ്ടാക്റ്റ് ഇരിക്കുന്ന സമയത്ത് ഈ രണ്ട് ബോഡിക്കും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് ബിറ്റ്വീനായിട്ട് ട്രാൻസ്ഫർ ആവുന്ന ഒരു എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ രണ്ട് ബോഡിയും സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ നമുക്കൊരു ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവില്ല. സോ ഇതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. നമ്മളിനി നെക്സ്റ്റ് നോക്കുന്ന ഒരു ടേമാണ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ മെഷർമെൻറ്റ് ആൻഡ് ഈ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ട് ഫ്രെയിം ചെയ്ത ഒരു ലോ ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്തുകൊണ്ട് അതിന് ഇങ്ങനെ ഒരു സീറോ എന്ന് പേരിടാൻ കാരണം ഇസ് ബിക്കോസ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഇതെല്ലാം ഫ്രെയിം ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ലോ ഫ്രെയിം ചെയ്യുന്നത്. അപ്പം ബിക്കോസ് ഓൾറെഡി ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ആയതുകൊണ്ട്, ആൻഡ് ദിസ് ഈസ് എ ബേസിക് ലോ, അതായത് ഈ രണ്ട് ലോയും ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറയേണ്ട ഒരു ലോയാണ് സീറോത്ത് ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സീറോത്ത് ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നെക്സ്റ്റ് വി ഹാവ് ടു സീ അബൌട്ട് ദി സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. So see the statement of zeroth law. If two systems are each equal in temperature to a third, they are equal in temperature to each other. അതായത് ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ, ഇഫ് എ ബി ആൻഡ് സി മൂന്ന് സിസ്റ്റംസ് അല്ലെങ്കിൽ മൂന്ന് സ്പേസസ് നമുക്കുണ്ട്. എ ഈസ് അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് ബി ഈസ് അറ്റ് ടെമ്പറേച്ചർ T2 ആൻഡ് സി ഈസ് അറ്റ് ടെമ്പറേച്ചർ T3. ഈ ഒരു ലെയർ ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡയാതെർമിക് വാൾ and this is separated by an adiabatic wall. Very important term in thermodynamics, adiabatic wall എന്ന് പറയുന്നത് which allows no heat transfer. സോ അതുവഴി പോകുന്ന ഹീറ്റ് Q എന്തായിരിക്കും? 0. ഹീറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ Q ആണ് യൂസ് ചെയ്യുന്നത്. സോ Q will be equal to 0 between A and B because they are separated by a adiabatic wall. And diathermic wall means അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും ബട്ട് നോ മാസ് ട്രാൻസ്ഫർ. അപ്പോൾ ഇത് എയും സിയും ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ സം ടൈം T1 ബിക്കംസ് ഈക്വൽ ടു T3 ആൻഡ് സിമിലർലി ബിയും സിയും ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ കാരണം T2 ബിക്കംസ് ഈക്വൽ ടു T3. അതാണ് ഈ കണ്ടീഷൻ പറയുന്നത്. ഇഫ് ടു സിസ്റ്റംസ് ആർ ഈച്ച് ഈക്വൽ ഇൻ ടെമ്പറേച്ചർ ടു എ തേർഡ്, ടു സിസ്റ്റംസ് രണ്ടും തേർഡിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് സെയിം ആണെങ്കിൽ they are equal in temperature to each other, that is T1 will be equal to T2. T1 T3ക്ക് ഈക്വൽ ആണ്, T2 T3ക്ക് ഈക്വൽ ആണെങ്കിൽ T1ഉം T2ഉം ഈക്വൽ ആയിരിക്കും. സോ ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വിൽ സീ ദി കൺസ്ട്രക്ഷൻ ഓഫ് എ തെർമോമീറ്റർ. സോ ഒരു തെർമോമീറ്റർ നമ്മളെല്ലാവരും ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ തെർമോമീറ്റർ ഈ ഒരു ഷേപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ ഒരു ബൾബ് കാണും. ഈ ബൾബിനകത്ത് നമ്മൾ ഒരു ഗ്യാസ് ഫില്ല് ചെയ്യും. അതിൻ്റെ മേളിൽ ഒരു മെർക്കുറി പോലത്തെ ഒരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് ഇത് സെൻസ് ചെയ്യുന്നത്? അതായത് ഈ പോർഷനിൽ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഗ്യാസ് അകത്ത് എക്സ്പാൻഷൻ ആവും. അങ്ങനെ എക്സ്പാൻഡ് ആവുന്ന ഈ ചെറിയൊരു ട്യൂബാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ ദാറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാസ് എക്സ്പാൻഡായി ഈ മേളിലുള്ള ഫ്ലൂയിഡിന് ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഇത് ഈ ട്യൂബിനകത്ത് റൈസ് ചെയ്ത് പോകുന്നു. അത് നമ്മൾ വിസിബിൾ ആക്കാനായിട്ട് ഒരു ക്ലിയർ ട്യൂബ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലെവൽ എവിടെയാണോ പോയി നിൽക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുന്നത്.
സോ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആ ടെമ്പറേച്ചറിൻ്റെ ലൈൻസ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്? അതായത് ഏത് ലെവലിന് നമ്മൾ ഏത് ടെമ്പറേച്ചർ കൊടുക്കണമെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നേരത്തെ അറിഞ്ഞിരിക്കണം. അപ്പം അതെങ്ങനെ നമുക്ക് ഈ പല ഗ്രഡേഷൻസ് മാർക്ക് ചെയ്യാം എന്ന് പഠിക്കുന്നതാണ് ഈ ടെമ്പറേച്ചർ സ്കെയിൽസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇഫ് ടെമ്പറേച്ചറിന് നമ്മൾ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു തെർമോമെട്രിക് പ്രോപ്പർട്ടിയാണ്. സോ നമ്മുടെ ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ടി ക്യാൻ ബി ടേക്കൺ ആസ് എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ വേറെ എ ആൻഡ് ബി കോൺസ്റ്റൻസ് ആണ്. അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു തെർമോമീറ്ററിനകത്ത് പല പല റീഡിങ്സ് ഇവിടെ നമുക്ക് ഈ തെർമോമീറ്റർ പോയി നിൽക്കുന്ന ലെവലിനനുസരിച്ച് കൊടുക്കാൻ പറ്റും എന്ന് നോക്കാം. സോ ഇത് മേലോട്ടും താഴോട്ടും പോകുന്ന ഇക്വേഷനാണ് ടി ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്, വേർ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് ആണ്. സപ്പോസ് ഈ തെർമോമീറ്ററിനെ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിൽ കൊടുക്കുമ്പോൾ, ദാറ്റ് ഈസ് ഐസ് പോയിൻറ്റ് x1 ആണ് നമുക്ക് അപ്പോൾ കിട്ടുന്ന ഹൈറ്റ്. അതായത് 0 ഡിഗ്രി ആണെങ്കിൽ അതിരിക്കുന്ന ഹൈറ്റ് x1ഉം നമുക്കറിയാവുന്ന 100 ഡിഗ്രി ബോയിലിംഗ് പോയിൻറ്റ് സ്റ്റീം പോയിൻറ്റിൽ അത് വരുന്ന ഹൈറ്റ് x2 ആണ്. സപ്പോസ് ഇതുവരെയാണ് അതിൻ്റെ ഹൈറ്റ് x2 വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ 0 ഈക്വൽ ടു എ പ്ലസ് ബി x1 എന്ന് കൊടുക്കാം, 100 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി x2 എന്ന് കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷനും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 100 ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ഗീവ്സ് 100 ഈക്വൽ ടു എ ക്യാൻസൽ ആവും b ഇൻറ്റു x2 മൈനസ് x1, or from here b equal to 100 divided by x2 minus x1, and from this equation a equal to minus b x1, or we'll get minus 100 x1 by x2 minus x1. So a and b നെ നമുക്ക് x1ലും x2ലും കിട്ടി. ഇനി ഇതെടുത്ത് നമുക്ക് ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ടി? ടി ഈക്വൽ ടു എക്ക് പകരം മൈനസ് 100 x1 by x2 മൈനസ് x1 പ്ലസ് ബിക്ക് പകരം 100 ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ്. എക്സ് ഇസ് എ തെർമോമെട്രിക് പ്രോപ്പർട്ടി. അപ്പോൾ ടി ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന ഹൈറ്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 100 കോമൺ, 100 ബൈ 100 കോമൺ എടുത്തു കഴിഞ്ഞാൽ x2 x മൈനസ് x1 ബൈ x2 മൈനസ് x1 എന്നൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ നോക്കിയപ്പോൾ മനസ്സിലാവും 100 ഇസ് എ നമ്പർ. x1 എന്ന് പറയുന്നത് 0 ഡിഗ്രിയിലുള്ള ഹൈറ്റ്. ഇപ്പോൾ അതിന് നമ്മളൊരു 5 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്, ഇതിനൊരു 25 സെൻറ്റിമീറ്റർ ആണ് സ്റ്റീം പോയിൻറ്റിൻ്റെ എങ്കിൽ നമുക്ക് x1ഉം x2 ഈക്വേഷനിൽ അറിയാം. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറയുന്ന നമ്മൾ ഏത് ടെമ്പറേച്ചർ ആണോ നമ്മൾ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് എക്സ്. അപ്പോൾ നമുക്കിവിടെ ഹൈറ്റ് ഇപ്പോൾ 15 സെൻറ്റിമീറ്ററിൽ എത്ര ടെമ്പറേച്ചറാണ് വരുന്നു എന്നറിയാൻ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 15 സെൻറ്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടും, അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഗിവൺ ആണെങ്കിൽ, ഇത് ക്വസ്റ്റ്യന് നമുക്ക് തന്നിരിക്കണം ഏത് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് മെർക്കുറി മേളിലോട്ടും താഴോട്ടും പോകുന്നത്, അത് നമുക്കറിയാമെങ്കിൽ ആൻഡ് സ്റ്റീം പോയിൻറ്റിൽ എത്രയാണ്, ഐസ് പോയിൻറ്റിൽ എത്രയാണെന്നുള്ള x1ഉം x2ഉം നമുക്കറിയാമെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റൻസ് കണ്ടുപിടിച്ച് നമുക്കൊരു ഇക്വേഷൻ എക്സിനും ടിക്കും ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് അത് യൂസ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ഗ്രഡേഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് അബൌട്ട് ദി സെൽഷ്യസ് സ്കെയിൽ ഓർ സെൻറ്റിഗ്രേഡ് സ്കെയിൽ. സെൻറ്റിഗ്രേഡ് സ്കെയിൽ എന്ന് പറയും നമ്മൾ. എന്തുകൊണ്ട്? ബിക്കോസ് നമ്മളിവിടെ എടുത്തിരുന്ന ഐസ് പോയിൻറ്റും സ്റ്റീം പോയിൻറ്റും 0 ഡിഗ്രിയും 100 ഡിഗ്രി ആയിരുന്നു. ഇഫ് ഇതൊരു ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ 32 ഡിഗ്രിയാണ് അസൈൻഡ് ഫോർ ഐസ് പോയിൻറ്റ് ആൻഡ് 1 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റീം പോയിൻറ്റിന് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇവിടെ നമുക്ക് എന്ത് വരും? 32ഉം വരും, ഇവിടെ 212ഉം വരും. സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 180 ഹിയർ, ആൻഡ് ഇവിടെ നമുക്ക് 180 ബൈ x2 മൈനസ് x1 കിട്ടും. എ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ വിൽ ബി ഈക്വൽ ടു 32 മൈനസ് ബി x1 ഓർ 180 x1 ബൈ x2 മൈനസ് x1. എക്ക് ഇങ്ങനെ ഒരു വാല്യൂം കിട്ടും. ഇത് നമ്മൾ ടി ഈക്വൽ ടു എ പ്ലസ് ബി എക്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഡിഗ്രി ഫാരൻഹീറ്റ് വിൽ ബി ഈക്വൽ ടു 32 പ്ലസ് 180 ഇൻറ്റു എക്സ് മൈനസ് x1 ബൈ x2 മൈനസ് x1 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ബാക്കി എല്ലാ കൺസിഡറേഷൻസും സെയിം ആണ്.
സോ ഇതിൽ 32 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ആണ്, 180 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ്. ഇതും നമ്മുടെ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, T ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നെങ്കിൽ 100 ഇൻറ്റു x മൈനസ് x1 ബൈ x2 മൈനസ് x1. ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇവിടെ നമ്മളൊരു 0 പ്ലസ് ആക്കുക, ബിക്കോസ് സ്റ്റീം ഐസ് പോയിന്റ് ഇവിടെ എന്തായിരുന്നു 0 ഡിഗ്രിയും നമ്പർ ഓഫ് ഡിവിഷൻസ്, അതായത് ഐസ് പോയിന്റിനും സ്റ്റീം പോയിന്റിനും ഇൻ ബിറ്റ്വീൻ 100 ഡിവിഷൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം ഡിഫറൻസ്. ഇവിടെ അത് 0 ഡിഗ്രിക്ക് പകരം 32 വരുന്നു. നമ്പർ ഓഫ് ഡിവിഷൻസ് ബിറ്റ്വീൻ 212 ആൻഡ് 32 ഈസ് 180 ഡിവിഷൻസ്. സോ 180 ഇൻറ്റു ദ സെയിം ഇക്വേഷൻ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിലും ഇതാണ് നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലോട്ടുമുള്ള കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഇക്വേഷൻസ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യാം. See this problem, a certain thermometer using pressure as thermometric property. അപ്പോൾ P ആണ് എക്സിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. Gives value of P of 1.86 and 6.81 at ice point and steam point. നമ്മൾ നേരത്തെ 5 സെൻറ്റിമീറ്ററും 25 സെൻറ്റിമീറ്ററും എടുത്തതിന് പകരം ഇപ്പോൾ പിയുടെ വാല്യൂ P1ഉം P2ഉം അവർ തന്നിരിക്കുന്നത് 1.86ഉം 6.81ഉം ആണ്. ഇഫ് ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ് ആർ അസൈൻഡ് ദ നമ്പേഴ്സ് 10 ആൻഡ് 120, അതായത് 0 ഡിഗ്രിക്കും 100 ഡിഗ്രിക്കും പകരം ഇവിടെ തന്നിരിക്കുന്നത് 10 ഡിഗ്രി ആൻഡ് 120 ആണെങ്കിൽ ഡിറ്റർമിൻ ദി ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു P ഈക്വൽ ടു 2.3. അതായത് കറസ്പോണ്ടിങ് ടു 15 സെൻറ്റിമീറ്റർ നമ്മൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത് പോലെ ഇവിടെ പറയുന്നു P ഈക്വൽ ടു 2.3യുടെ പ്രഷർ വരുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ റീഡിങ് എത്രയാണ്. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ ഈസ് ഗിവൺ ബൈ ദി റിലേഷൻ A പ്ലസ് B log P. അപ്പം T ഈക്വൽ ടു A പ്ലസ് B log Pയിൽ നമുക്ക് ഫസ്റ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് കോൺസ്റ്റൻസ് എയും ബിയും ആണ്. സോ യൂസിങ് ദി ഫസ്റ്റ് റിലേഷൻ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ 10 ആവുമ്പോൾ A പ്ലസ് B log നമുക്ക് P1 എടുക്കാം. ആൻഡ് സെക്കൻഡ് 120 ആവുന്ന സമയത്ത് A പ്ലസ് B log P2. ആൻഡ് ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇക്വേഷൻ 2, ഇക്വേഷൻ 1, 2 മൈനസ് 1 വിൽ ഗീവ് 110 ഈസ് ഈക്വൽ ടു B log P2 minus P log P1, or we can write B log P2 by P1. Similarly, ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് A ഈക്വൽ ടു 10 മൈനസ് നമുക്ക് B എന്തെന്ന് എഴുതാം 110 ഡിവൈഡ് ബൈ ലോഗ് ഓഫ് P2 ബൈ P1. അപ്പോൾ ബിയുടെ കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടി. A എന്ന് പറയുന്നത് എന്താണ് 10 മൈനസ് B ലോഗ് P1. ആൻഡ് B നമുക്കിപ്പോൾ എത്രയാണെന്ന് അറിയാം 110 ഡിവൈഡഡ് ബൈ ലോഗ് P2 ബൈ P1 ഇൻറ്റു P1 ലോഗ് P1. അപ്പോൾ ഇതാണ് നമ്മുടെ എയുടെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എയുമായി ബിയുമായി ഇത് രണ്ടും എടുത്ത് നമ്മൾ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു 10 മൈനസ് 110 ലോഗ് ഓഫ് P1 ഡിവൈഡഡ് ബൈ ലോഗ് P2 ബൈ P1. അപ്പോൾ ഇത്രയും എ ആണ്. പ്ലസ് ഇൻസ്റ്റെഡ് ഓഫ് ബി വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് 110 ഡിവൈഡഡ് ബൈ ലോഗ് P2 ബൈ P1 ഇൻറ്റു ലോഗ് P. സോ ഈ ഇക്വേഷനിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം P1ഉം P2ഉം Pയും മാത്രമേ ഉള്ളൂ. നമുക്ക് P2ൻ്റെ വാല്യൂ അറിയാം, P1ൻ്റെ വാല്യൂ അറിയാം, ഡിറ്റർമിൻ ചെയ്യേണ്ട Pയുടെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ക്യാൻ ഫൈൻഡ് ദി ടെമ്പറേച്ചർ T ആസ് 28 ഡിഗ്രി സെൽഷ്യസ്. സോ 28 യൂണിറ്റ്. കാര്യം ഇവിടെ നമുക്കത് 120ഉം 120ഉം തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ 28 എന്ന് എഴുതിയാൽ മതി. And corresponding to a pressure P equal to 2.3, the temperature will be 28.